സ്നേഹന്മാരുടെ തിരുനാളാണ്. സഭയുടെ തന്നെ നെടുംതൂണുകളായ സഭയുടെ വളർച്ചയിൽ ആദ്യകാലങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഈ 2 ശിഷ്യന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മാത്രമായിട്ട് നമ്മെ തന്നെ ഇഷ്ടപത്രവും ശ്രീഹായ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഉപതയിലെ പിതാവിൻ്റെ നാമഹേതുക തിരുനാൾ കൂടിയാണ്. അവരുടെ വകയുടെ പേരിലുള്ള എല്ലാ ആശംസകളും പിതാവിന് അർപ്പിക്കാം. പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെ നിൽക്കാനായിട്ട് അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും തറയിൽ സമർപ്പിക്കാം. ഓപ്പറേഷനായി പിടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, രോഗികളായി കഴിയുന്നവരുണ്ട്, കൊറോണ വൈറസ് മൂലം കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്, മരണം മൂലം ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപേണ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സംഭവിച്ചമായ നാമത്തിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കീർത്തനത്തിനു അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമം നിത്യനാമ കീർത്തനം. മഹിതമാകുമോഷേ പണിയുമങ്ങു പാലകൻ, ഒരു ഗണത്തിലാക്കുമി ചിതറിടും ജനങ്ങളെ. തകരുമേതു ഹൃദയവും ശാന്തി കാൺമകന്നേ, കനിവേന്നൊരങ്ങിനെ ഭുവനദുഃഖമുക്തി കാരണത്തിനൊക്കെ പേരിടുന്ന പാവനം. ഉന്നതപ്രധാനം വാണിടുന്നു പാലകൻ, അഖില ലോകനായകൻ അറിവ് പൂർണ്ണമായവൻ. താഴ്ത്തിടുന്നു ദുഷ്ടരെ താങ്ങിടുന്നു ശിഷ്ടരെ, കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശ്വരൻ. ഇന്നലങ്ങൾ നിത്യം നാമകീർത്തി പാടിടാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്ന സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
ഉയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരനെ, കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. സഹോദരൻ അനുഗ്രഹിക്കട്ടെ. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തന്റേടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയോടും ശാന്തതയോടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരുണ്ട്. അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്യത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ പൂർണ്ണമായി ആയതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. ലോകത്തിന്റെ പ്രകാശം സകലത്തിന്റെ സുന്ദരമായ മക്കളിലേക്ക് അയച്ച് അനന്തകാലത്തിലേക്ക് സ്തുതി. നാം ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനത്തോടുകൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ചു വിശ്വസിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 21 വാക്യങ്ങൾ 15. അവരുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. 2-ാം പ്രാവശ്യം ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. യേശു പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് തിരുനാളിൽ സ്ത്രീയന്മാരുടെ മേൽ ഈ നാമങ്ങളുടെ രൂപത്തിൽ ഇറങ്ങുന്നത് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വരദാനമുള്ള സ്ത്രീകന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും പ്രഭാവനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധി വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീകന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവെ, ജീവിത ക്ലേശങ്ങളുടെ മധ്യവസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കുന്നു.
കുറ്റകരമായ പിന്നെയും നിലവർത്തിക്കും. അവകളുടെ മോചനത്തിന് കാരണമാകട്ടെ. വിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസം കടങ്ങളുടെയും പാപങ്ങളുടെയും നമ്മുടെ പാപങ്ങളുടെ മാറ്റി ചെയ്യട്ടെ. വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. സകലത്തിന്റെയും നാഥനായ സ്തുതികളാൽ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി മാതൃകാത്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. യേശുവായുടെ സ്നേഹിതനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് ഏർപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. യേശുവായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. പൂർത്തിയാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ മൃഗത്തിലേക്ക് ഉയരട്ടെ. ആരാധനായ രാജാവേ, അങ്ങയുടെ സകലത്തിന്റെയും നാഥനായ ദൈവത്തിനെ കുർബാന സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിലും സ്തുതിയും നാമങ്ങളിൽ നിലനിർത്തുകയും സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും ഇവയോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരുന്നു മാലാഖമാരുടെ ആയിരങ്ങളും ആരാധിക്കുന്നു. അഗ്നിമയന്മാരുടെ സ്വർഗീയ സൈനികളെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും യോഗ്യങ്ങളുമായ യോഗ്യന്മാരോടും സർപ്പന്മാരോടും ചേർന്ന് നാഥനായ നീക്കം ആരാധന സമർപ്പിക്കുന്നു. കർത്താവിൻ തിരുനാമം നിത്യം വാഴ്ത്തിടാം.
ആചരിക്കുന്നു. താമേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോപരമായ ദുഃഖങ്ങളെ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കൂ. വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായ നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ മണിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുന്നു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ വിളിച്ചു കൂടുമ്പോൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. ഞങ്ങളുടെ പിതാവും രക്ഷകനുമായ പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാവിന് വേണ്ടിയും സമർപ്പിതമായ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ മാതൃകന്മാരുടെയും സ്ത്രീകന്മാരുടെയും സാക്ഷികളുടെയും ബഹുമാനത്തിന് വേണ്ടിയും ഈ സന്നിധിയിൽ വിജയകരമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദരിദ്രനും പീഡിതനും രോഗികളുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ പോയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും ഈ കാരുണ്യത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും യോഗ്യനായവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ ബഹുമാനപരമായ ആരാധനയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നോട് തോന്നണമേ. ഞങ്ങളുടെ കർത്താവിനായ നാമനായ ആരാധനയായിരിക്കട്ടെ. സജീവദായകമായ ലോകത്തെ ജീവൻ നിത്യം ജീവിക്കുകയും ചെയ്യും.
അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. അങ്ങയുടെ ദാസരുടെ പാപങ്ങളും ക്ഷമിക്കണമേ. ഉന്നത ദൈവമായ നീ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളുടെ തരങ്ങളെ പ്രവർത്തീകരിക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ചു പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ യാചിക്കുകയും മാത്രം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോട് വലിയ ആത്മാവോടുകൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു, പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോടത്തെ സ്തുതിയായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അരൂപിയിൽ ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ ഈശോയെ, അങ്ങേ ദിവ്യ കുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യ കുദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് സ്തുതി ബഹുമാനത്തിന്റെ ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. ദാവപുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ഉന്നതങ്ങളുടെ ആരാധ്യമായ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശരീരത്താൽ കൊടുക്കുകയും രക്തത്താലുള്ള പാപങ്ങളെ വായിച്ചു പറയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ വ്യത്യസ്തരണമേ. നിങ്ങളുടെ വിലപ്പെട്ട കൃപാവരം ചെയ്യട്ടെ. അവിടുത്തെ പരിപാലന ഫലങ്ങളെ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ദൈവമേ സ്വസ്തി. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.